ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്ന് സോയാ ചങ്ക്സിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അധികം ഡ്രൈ അല്ലാത്ത ഒരു കുഴമ്പ് വിധത്തിലുള്ള റെസിപ്പിയാണ് ഇത്. നമുക്ക് നെയ്ച്ചോറിൻ്റെയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ കറി. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്കൊപ്പവും കുബൂസിനൊപ്പവും ഇതൊരു നല്ല കോമ്പിനേഷനാണ്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ചേരുവകളുടെയൊന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് കുറച്ച് ചേരുവകൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു പാത്രത്തിൽ 1/2 കപ്പോളം അളവിൽ സോയ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ സോയയാണ്. അതുകൊണ്ട് നമുക്കിത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് അതുപോലെ തന്നെ നമുക്ക് കറിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് കുതിർത്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് നമ്മുടെ സോയയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇത് ചെറിയ സോയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം കുതിർക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് പോകും. അതുകൊണ്ട് നമുക്കൊരു 1/2 മിനിറ്റോളം ഇതൊന്ന് കുതിർത്താൽ മാത്രം മതി. 1/2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ഇത് കഴുകി ഊറ്റിയെടുക്കണം. ഒരു 2-3 തവണ നമ്മളിതിങ്ങനെ കഴുകി ഊറ്റിയെടുക്കണം. അപ്പം മാത്രമേ ഇതിലുള്ളൊരു ചുവ മാറി കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പം ഞാനിവിടെ സോയ നന്നായിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് വറുക്കാനായിട്ട് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇതിലോട്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല വേണം. ഒരു 1 ടീസ്പൂണോളം ഗരം മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി വേണം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഒത്തിരി ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത്. നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഞാനിപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുവാണ് ചെയ്യുന്നത്. നന്നായിട്ട് മസാലയിലോട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ. വേണമെങ്കിൽ നമുക്ക് 2-3 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിത് വറുത്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിലേക്ക് നമ്മുടെ ഈ സോയ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് മൊത്തത്തിൽ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാം ഒരേപോലെ നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് പരത്തി കൊടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ചെറിയ സാധനം ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മറിച്ചിടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ശരിയായി കിട്ടും നമുക്കത്. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്കിത് മൊരിയിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇതൊരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെയൊക്കെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഒരു ബ്രൗണിഷ് കളർ തന്നെ വരണം നമുക്കിതിന്. അപ്പോൾ ഏകദേശത്തോളം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഞാനിത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സോയയും നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യം കൂടെ നമുക്ക് മൊത്തം സോയയും വറുത്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്പൂൺ ഉപയോഗിച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുവാണ് നന്നായിട്ട് മൊരിയാനായിട്ട്. പിന്നെ നമ്മൾ ഈ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എണ്ണ തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ പോരാത്തപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കിയിട്ട് എണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം നമ്മുടെ സോയ എല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ വറുത്തതുപോലെ ഇരിക്കും കണ്ടാൽ. അപ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയുടെ 4 ഭാഗം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 പച്ചമുളകാണ്. ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കണം. വട്ടത്തിലരിഞ്ഞ് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് വെളുത്തുള്ളി 2 ടീസ്പൂണോളം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നമുക്ക് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട്. നമുക്കൊരു പാനിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ആ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. സവാളയ്ക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് നമ്മുടെ സവോളയ്ക്ക് വഴന്ന് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം.
പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. നമുക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഗരം മസാലയും ചേർത്ത് നമുക്ക് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഈ സോയ വറുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ, ബാക്കി നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ടൊമാറ്റോ സോസ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്കൊരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇളക്കി ഒന്ന് കുറുക്കി യോജിപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോഴത്തേക്കും തീ കുറച്ച് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി തീ കുറച്ചിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയയിലോട്ട് നമ്മുടെ ഈ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സോയ വറുക്കുന്നൊരു താമസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് കാണാം.